കൺസെൻസസ് കുട്ടികളുടെ ഡെയിലി ആക്ടിവിറ്റീസിലെല്ലാം ആക്റ്റീവായി ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും കളക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഈ കൺസെൻസസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് ഒരു കളക്റ്റീവ് പ്രോസസ്സാണ്. നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ സിബ്ലിങ്സോ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യും, നിങ്ങളുടെ ബേബിയുടെ ആക്ടിവിറ്റീസിൽ കമൻറ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ ഈ പാരൻറ്റിങ് പ്രോസസ്സിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ഭാഗവാക്കാവുന്നവരാണ്. ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്ത് പോകുന്നവരല്ല ഉദ്ദേശം കേട്ടോ. കുട്ടിയുടെ കൂടെ താമസിക്കുകയും കുട്ടിയുടെ ആക്ടിവിറ്റീസിൽ റെഗുലറായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്ന അഡൾട്ട്സ്. യെസ്, 18 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർ തന്നെയാണ് ഉദ്ദേശിച്ചത്. അവരാണ് ഈ മാനേജിങ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ഹാവ് എ കിഡ്, യു ഹാവ് ടു സിറ്റ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ ഇൻസൈഡ് യുവർ ഹോം. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, അങ്ങനെ ആരാണെങ്കിലും ഒരുമിച്ച് വിളിച്ചിരുത്തി നിങ്ങളുടെ പാരൻറ്റിങ് ഐഡിയ എന്താണ് എന്ന് സംസാരിക്കണം. നിങ്ങളുടെ പാരൻറ്റിങ് ഐഡിയ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഐഡിയാസ് എന്താണെന്ന് കേൾക്കുക. ഉറപ്പായിട്ടും ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരോ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എൽഡർ സിബ്ലിങ്സോ, അവരുടെ ഫാമിലിയോ, ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചല്ലേ ഉണ്ടാവുക, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കാം. എല്ലാം കേൾക്കുക. വിത്തൗട്ട് ബ്ലെയിമിങ്, വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻസ്, ഫോം എ സ്ട്രക്ചേർഡ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവർ പറയുന്ന ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ മെയ്ഡോ നാനിയോ പാരൻസോ ഗ്രാൻഡ് പാരൻസോ അങ്ങനെ ആരും ഇൻവോൾവിങ് ആയിട്ടുള്ള ഏത് മാനേജിങ് പാരൻറ്റും ആകാം. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദർ ഇസ് നോ ബ്ലെയിം, നോ ഷെയ്മിങ്, നോ ജഡ്ജ്മെൻറ്റ്സ്, നോ ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ അമ്മ എങ്ങനെ വളർത്തുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, ഈ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ എന്ന രീതിയിലുള്ള സംസാരം തീർച്ചയായിട്ടും ഒഴിവാക്കണം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നെ അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ആയത് എന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അഡൾട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾ ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് യു വിഷ് ടു ഫോളോ ജനറൽ പാരന്റിങ്. എന്താണ് ജനറൽ പാരന്റിങ്, എന്തുകൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് ഫൈറ്റ്, യൂസ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് അവരുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് കേൾക്കുക. കം ഡൗൺ ടു എ കോമൺ പോയിന്റ് വേറിൻ നിങ്ങളുടെ ഐഡിയാസും അവരുടെ ഐഡിയാസും ഈക്വലി ഫോളോ ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് സ്റ്റിക്ക് ടു ദ പാറ്റേൺ. ഓക്കെ, കുട്ടികൾ കരയുന്നു എന്നുള്ളത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്, റിയാക്ഷനാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇഫ് യു ആർ എ വർക്കിംഗ് പാരന്റ് ആൻഡ് ഇഫ് യുവർ കിഡ് ഇസ് ബീങ് ടേക്കൺ കെയർ ഓഫ് ബൈ അനദർ പാരന്റ്, ആരെങ്കിലും ഇപ്പം ഗ്രാൻഡ് പാരൻസ് ആകാം, നാനിയോ അല്ലെ ചേച്ചിമാരോ മെയ്ഡ്സോ, അങ്ങനെ ആരെങ്കിലും ആകാം, നിങ്ങൾക്കിത് പറയാനാണ് പറ്റുക. നിങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നത് അവരാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു കാൺ ജസ്റ്റ് സിറ്റ് സംവെയർ എൽസ് ആൻഡ് കമൻറ്റ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ദാറ്റ് മൈറ്റ് നോട്ട് ബി പോസിബിൾ. അവരുടെ ആരോഗ്യസ്ഥിതിയോ അവരുടെ നോളജോ വെച്ച് അത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. സോ ഗിവ് റൂം ഫോർ ദാറ്റ് as വെൽ. നാനിയോ പാരൻസോ അല്ലെങ്കിൽ മെയ്ഡോ ഒക്കെ ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുകയും അവരുടെ ഐഡിയ അനുസരിച്ച് കുഞ്ഞുങ്ങളെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റുകയും നർച്ചർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരുപാട് കേസ് ഉണ്ട്. സോ പ്ലീസ് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, ദിസ് ഇസ് പോസിബിൾ. ഇത് സാധിക്കാത്തൊരു കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് സ്വിച്ച് ഇട്ട പോലെ അല്ല ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഒരു ഡിസിഷനിലേക്ക് വരണം. അതിന് സമയമെടുക്കും. സോ യു ഹാവ് ടു ബി വെരി പേഷ്യൻറ്റ്, കാം. പക്ഷേ യു ക്യാൻ ഡു ദിസ് ഫോർ യുവർ കിഡ്. ഓക്കെ, വീട് നമ്മളിങ്ങനെ മാനേജ് ചെയ്തു. പിന്നെ സ്കൂളോ, പ്രീ സ്കൂൾസ്, അതായത് LKG UKG മുതൽ അവിടെ വാരി കൊടുക്കലും ഫീഡ് ചെയ്യലും ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന ടിഫിൻ ബോക്സിലുള്ളത് അവർ കഴിക്കണം, അല്ലെങ്കിൽ മിച്ചമുള്ളത് അവരിങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരും. അതാണ്. അതിനു മുൻപ് നമ്മൾ ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കുമ്പോൾ ദർ ആർ മെനി പ്ലേസസ് നൗ അവൈലബിൾ ഇൻ ആൻഡ് അറൌണ്ട് കേരള ഓർ ഔട്ട്സൈഡ് who promote general parenting techniques, baby-led weaning and all those. You just go and find out, talk to the people and understand എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയ അവരുടെ ഐഡിയോളജി ഒരുമിച്ച് പോകുമോ. നിങ്ങളുടെ പാരൻറ്റിങ് ഐഡിയാസും കുഞ്ഞിനെ നർച്ചർ ചെയ്യുന്ന ഐഡിയാസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് സ്കൂൾസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കണം. മേ ബി സ്കൂൾ തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുൻപ് യു ക്യാൻ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഫൈൻഡ് വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ കിഡ്. അപ്പോൾ വരാൻ പോകുന്ന വർഷങ്ങൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാമല്ലോ. സോ ജസ്റ്റ് ടേക്ക് ദറ്റ് പോസ് ആൻഡ് ഫൈൻഡ് വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ കിഡ്. ഹാപ്പി പാരൻറ്റിങ്.